വെൽക്കം ടു കൂട്ട ബാലി അഗൈൻ. അപ്പം കൂട്ടായിലെ ഹൈലൈറ്റ്സുകളുടെ രണ്ടാം ഭാഗമാണിത്. രണ്ടാം ഭാഗത്തും കുറച്ച് വിവിധങ്ങളായ റെസ്റ്റോറൻറ്റുകളും അങ്ങനെയുള്ള കാഴ്ചകളും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇവിടെ ആൾക്കാരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പം ഞാൻ ഒരു ബൈക്ക് റെന്റ് എടുത്ത് ഞാൻ കുറച്ച് വില്ലേജുകളിലൊക്കെ പോയി. വളരെ അധികം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പലയിടത്തും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സ്നോർക്ലിങ്ങിന് പോയായിരുന്നു. സ്നോർക്ലിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പക്ഷേ സേഫ്റ്റി റീസൺസ് കാരണം സ്നോർക്ലിംഗ് ചെയ്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ സമയത്താണ് അവിടെ ചെന്നതും എനിക്ക് എൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സും മറ്റുള്ളവരെ ഏൽപ്പിക്കാനായിട്ട് ഒരു സംശയാസ്പദമായ സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്നോർക്ലിംഗ് വേണ്ടാന്ന് വെച്ചു. സ്നോർക്ലിങ്ങിന് പോയി, പക്ഷെ സ്നോർക്ലിംഗ് വേണ്ടാന്ന് വെച്ചു. നമ്മുടെ ഓർഡർ ചെയ്തതിൽ മാംഗോ ജ്യൂസ് ഷേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. മറ്റ് ഐറ്റങ്ങൾ എല്ലാം രണ്ടും ഒരുമിച്ചേ വരത്തുള്ളൂ. എന്തായാലും മാംഗോ ഷേക്കിന്റെ ടേസ്റ്റ് നോക്കാം. മാംഗോ ഷേക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അല്പം വെള്ളം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇന്തോനേഷ്യയിൽ അന്യായമായ ചൂടാണ്. നമുക്ക് ഒരു ഇൻ ബിറ്റ്വീൻ 10 മണി 10 AM to 4 PM പുറത്തോട്ട് ഇറങ്ങാനാകാത്ത ഒരു അവസ്ഥയാണ്. അപ്പം ഞാനൊരു ആ ടൈമിൽ ഭൂമിയിരുന്നിട്ട് അത് കഴിഞ്ഞുള്ള ടൈമിലാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അതിന് മുമ്പുള്ള ടൈമിലാണ് പുറത്തോട്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത കിങ് പ്രോൺസ് ഫ്രൈഡും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് വിത്ത് സീ ഫുഡ് ഇതും വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇന്തോനേഷ്യൻ സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കളാം. ഇന്തോനേഷ്യൻ സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്. വളരെ നല്ല ടേസ്റ്റാണ്, റിച്ച് ടെക്സ്ചറാണ്. ഇതിൻ്റെ അകത്ത് കുറെ പ്രോൺസും അതും അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വളരെ നല്ലൊരു ഫുഡാണ്. വലിയ വില ഇതൊരു 250 രൂപ. അതുപോലെ തന്നെ ഈ മറ്റേ ഇതിൻ്റെ ഫ്രൈഡ് പ്രോൺസിന് 100-300 രൂപ. കൂട്ടായിൽ കടലോരത്തിന്റെ തീരിലുള്ള അല്ലെ ബീച്ചിന്റെ തീരത്തുള്ള നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഓപ്പൺ ബാറും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ആൾക്കാർക്ക് സൺസെറ്റ് കാണാൻ ഇവിടെ വന്ന് വളരെ ശാന്തമായിട്ടിരുന്ന് സൺസെറ്റ് കാണാനും പലതരം ബിവറേജസും ഫുഡും എൻജോയ് ചെയ്യാനുമുള്ള ഒരു ആംബിയൻസാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു ഇതിൻ്റെ സറൗണ്ടിങ്സ്.
ഞാനിപ്പോ ഇന്തോനേഷ്യയിലുള്ള കൂട്ടായിലാണുള്ളത്. ഇപ്പം കൂട്ടായിലെ ഒരു ചെറിയ പലചരക്ക് കടയിലാണ്. അപ്പം ഈ പലചരക്ക് കടയിലെ നമുക്ക് ഓണറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇതാണ് ഈ പലചരക്ക് കടയുടെ ഓണർ. പുള്ളിക്കാരി ഒരു ചെറിയ ഒരു പലചരക്ക് കട ഈ കോർണറിൽ നടത്തുകയാണ്. അപ്പൊ ഈ കടയുടെ ഒരു ചെറിയ വീഡിയോ ആണ് നടത്തുന്നത്. ഓക്കെ, താങ്ക് യു. ഇവിടെ നമുക്കൊന്ന് കയറാം. കൂട്ടായിലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കടയെല്ലാം കൂടാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറി ഒരു കോക്കനട്ട് നാളികേരം കരിക്ക് കുടിക്കാം. കരിക്കൊന്നും ഗോൾഡ് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ 25,000 രൂപ. നമ്മുടെ നാട്ടിലെ ഒരു 150 രൂപ അടുത്ത് വരും. അപ്പം നമ്മുടെ കരിക്കൊന്ന് കുടിച്ചു നോക്കാം. കരിക്ക് നല്ല അടിപൊളിയാവും കേട്ടോ. നല്ല തണുപ്പുണ്ട്. അപ്പം അപ്പോൾ ഇന്ന് ഞാൻ ഇന്തോനേഷ്യ ബാലിയിൽ നിന്ന് തിരിച്ച് ഇന്ന് രാത്രി ഓസ്ട്രേലിയയ്ക്കുള്ള ഫ്ലൈറ്റാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനൊരു റെസ്റ്റോറൻറ്റ് വന്നതാണ്. അപ്പോൾ ഒരു ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മസാല തേച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റോമാ സാമ്രാജ്യത്തിൽ ചെല്ലുമ്പോൾ റോമാക്കാരെ പോലെ ആകണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് കഴിക്കുക, അത്രയും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഈ ലഞ്ച് ഒന്ന് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. അപ്പം കൂട്ടായുടെ 2 ഭാഗങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ബാലി ട്രിപ്പിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പോയ ഡെസ്റ്റിനേഷൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ബാലിയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ നോക്കി കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടാവുന്ന മറ്റിടങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വന്ന് ഇവിടെയൊക്കെ എൻജോയ് ചെയ്യുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും. ബൈ.